തിരുവമ്പാടിയിലെ മുൻ എം.എൽ.എയും CPIM നേതാവുമായിരുന്ന മത്തായി ചാക്കോയുടെ 7ാം ചരമവാർഷിക ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. പ്രഭാതപേരി, പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം, റെഡ് വളണ്ടിയർ മാർച്ച്, റാലി, പൊതുസമ്മേളനം എന്നിവയോടെയായിരുന്നു പരിപാടി. CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അണികളുടെ മനസ്സിൽ ദീപ്ത സ്മരണയായി മലയോരത്തെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന മത്തായി ചാക്കോയുടെ 7ാം ചരമവാർഷിക തിരുവമ്പാടിയിൽ സംഘടിപ്പിച്ചു. CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. രാവിലെ തിരുവമ്പാടിയിൽ മത്തായി ചാക്കോ സ്മാരക മന്ദിരത്തിൽ പ്രഭാതപേരിയും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. പ്രദീപ് കുമാർ MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിലിരുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ അവരുടെ വിജയമായ നയങ്ങളോ ജനവിരുദ്ധമായ നയങ്ങളുമാണെങ്കിലും ഇവിടെ ഒരു നാട്ടിനുണ്ടൊരു ഭരണമുണ്ട് എന്നത് നമുക്ക് വിയോജിപ്പുള്ളവരാണെങ്കിൽ ഒരു ഭരണമുണ്ടെന്നുള്ള തോന്നലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഭരണമേ ഇല്ലാത്ത സാഹചര്യം. പുഷ്പാർച്ചനയിൽ മത്തായി ചാക്കോയുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം PA മുഹമ്മദ് റിയാസ്, ജോർജ് തോമസ്, T വിശ്വനാഥ്, VK വിനോദ്, ജോളി ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. മലയോരത്ത് ആയിരങ്ങളാണി നിറന്ന റെഡ് വളണ്ടിയർ മാർച്ചും റാലിയോടും കൂടിയാണ് വൈകുന്നേരത്തെ സമാപന പരിപാടിക്ക് തുടക്കമായത്. താഴെ തിരുവമ്പാടിയിൽ നിന്ന് ആരംഭിച്ച വളണ്ടിയർ മാർച്ചും റാലിയും ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗ വേദിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി T വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് തോമസ്, രമേഷ് ബാബു, VK വിനോദ്, K മുഹമ്മദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് SSLCക്ക് മികച്ച വിജയം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥിക്ക് എല്ലാ വർഷവും നൽകി വരാറുള്ള മത്തായി ചാക്കോ സ്മാരക എൻഡോമെൻ്റ് ചടങ്ങിൽ പിണറായി വിജയൻ വിതരണം ചെയ്തു. മത്തായി ചാക്കോ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി തിരുവമ്പാടിയിൽ സംഘടിപ്പിച്ചിരുന്ന വടംവലി മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നിർവഹിച്ചു. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.